എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡോണറ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല എയറി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഡോണറ്റാണ്. മാത്രമല്ല കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതായത് ഡബിൾ പ്രൂഫിംഗ് ഒന്നും വേണ്ടാതെ ഈ ഡോണറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ആദ്യം തന്നെ നമുക്ക് മാവ് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് നേരിയ ചൂടുള്ള 150 മില്ലി പാലെടുക്കാം. പാലിൻ്റെ ചൂട് കൂടിപ്പോയരുത്, കുറഞ്ഞു പോകാനും പാടില്ല. നേരിയ ചൂട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്ക്ക് പകരം സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്താലും മതി. 3/4 ടീസ്പൂൺ ഉപ്പ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 325 ഗ്രാം മൈദ ചേർക്കാം. അതായത് ലൂസായിട്ട് അളന്നിട്ടുള്ള 2.5 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഇനി പൊടിയും മറ്റെല്ലാ ചേരുവകളും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യം തന്നെ കൈകൊണ്ട് കുഴയ്ക്കാതെ ഇതുപോലെ ഒരു സ്ക്രേപ്പറോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലോ ഉപയോഗിച്ചിട്ട് തുടക്കത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യം നമ്മൾ കൈ ഉപയോഗിച്ചാൽ നമ്മുടെ കയ്യിലേക്ക് മാവ് വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും. ഇതെല്ലാം ഒരുവിധം ഒന്ന് യോജിച്ച് വന്നാൽ ഇനി നമുക്ക് കൈ ഉപയോഗിക്കാം. ഈ മാവെല്ലാം ഒന്നുകൂടി ഒന്ന് ഒരുമിച്ചാക്കി എടുക്കാം. എല്ലാ ചേരുവകളും യോജിച്ച് ഇതുപോലെ ഒരു ബോളായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് തേച്ച് കുഴച്ചെടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സർഫസിലേക്ക് മാവ് വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം ഇതിങ്ങനെ കുഴച്ച് കൊടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്ത മാവ് കൊണ്ട് ഡോണറ്റ് ഉണ്ടാക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഞാനിവിടെ ഒരു 15 മിനിറ്റ് ഇത് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് നല്ല സ്മൂത്താണ്, ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിനല്ല. പിന്നെ ഈ മാവിന് ആ പ്രതലത്തിലൊന്ന് ഒട്ടാനുള്ള ഒരു ചെറിയ ടെൻഡൻസി ഉണ്ട്. നമ്മുടെ മാവ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുത്തു. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടല്ല ഇപ്പോൾ വയ്ക്കുന്നത്, ജസ്റ്റ് മാവൊന്ന് റിലാക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ മാവ് ഒരേ വലുപ്പത്തിലുള്ള 10 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഓരോന്നും ഏകദേശം 58 മുതൽ 60 ഗ്രാം വീതം വരുന്ന മാവാക്കി എടുത്താൽ മതി. അങ്ങനെ ഡിവൈഡ് ചെയ്ത ശേഷം ഓരോ കഷ്ണങ്ങളും എടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾസ് ആക്കണം. ഇതുപോലെ ഇനി ഇത് ഒരു വിസ്താരമുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലൊരു ട്രേയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ ഉപയോഗിക്കാം. അതിലൊരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയോ അല്പം പൊടി തൂവി കൊടുക്കുകയോ ചെയ്യണം. ഓരോ ബോൾസിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ടാവണം, കാരണം ഇതൊന്നുകൂടി വലിപ്പം വെച്ച് വരും. ഇനി ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ച ബോൾ എടുക്കുക. അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. കൂടുതൽ കനം കുറച്ച് പരത്തരുത്, പതിയെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഹോൾ ഉണ്ടാക്കാനായിട്ട് ഒരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോസിലോ ഉപയോഗിക്കാം. ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ വെച്ച് മുറിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ മുറിക്കുമ്പോൾ കണ്ടോ, ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നമുക്കിത് വേർതിരിച്ചെടുക്കാൻ പ്രയാസമാണ്. ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ നോസിലൊരല്പം പൊടിയിലൊന്ന് ഇതുപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് ഹോള് കട്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ഒട്ടും പ്രയാസമില്ലാതെ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത ഡോണറ്റ് വീണ്ടും ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം. പിന്നെ കട്ട് ചെയ്തെടുത്ത ഈ ഹോള് ഇത് നമുക്ക് ഡോണറ്റ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഈ ഡോണറ്റ് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നടുവിൽ നമ്മുടെ വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ 2 വിരൽ ഉപയോഗിച്ച് ഒന്ന് റൗണ്ടിൽ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. സെൻറ്ററിൽ ഒരു ഹോൾ ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് ഇനിയാണ് നമ്മൾ ഫെർമെൻറ്റേഷനായിട്ട് വയ്ക്കുന്നത്. ഏകദേശം 1 മണിക്കൂറാണ് ഇത് പൊങ്ങി വരാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. പിന്നെ ഓരോ സ്റ്റേജിലും നമ്മൾ ഈ മാവ് നന്നായിട്ട് മൂടി വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. പിന്നെ ഇത് മൂടി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക് റാപ്പ്, അതിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്, ഈ മാവ് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ 1 മണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. തണുപ്പുള്ള സമയത്താണെങ്കിൽ ഒരു 1.25 മണിക്കൂറൊക്കെ വേണ്ടി വരും. എങ്കിലും മാവ് കൂടുതലായിട്ടങ്ങ് ഫെർമെൻ്റ് ആകാനായിട്ട് അനുവദിക്കരുത്. ഓവറായിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ടുള്ള മാവ് നമ്മൾ ഫ്രൈ ചെയ്താൽ അത് കൂടുതൽ എണ്ണ വലിച്ചെടുക്കും. പിന്നെ അതിന് നല്ലൊരു ഷേപ്പ് ഒന്നും കിട്ടില്ല. മാവിയുടെ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നുകൂടി വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുക്കാനുള്ള എണ്ണ ഇവിടെ പാകത്തിന് ചൂടായിട്ടുണ്ട്. മിതമായിട്ടുള്ള ഒരു ചൂടിലാണ് നമ്മൾ ഡോണറ്റ് വറുത്തെടുക്കുന്നത്. ഏകദേശം 150 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഈ എണ്ണയുടെ ചൂട്.
ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വറുത്തെടുക്കുക. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ മാവ് റെസ്റ്റ് ചെയ്തിരുന്ന ആ പാർട്ടുണ്ടല്ലോ, അതായത് അടിയിൽ വന്നിരുന്ന ആ മാവിൻ്റെ ഭാഗം എണ്ണയിലേക്ക് വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ തിരിച്ചിടുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പ് ഉണ്ടാവില്ല ഡോണറ്റിന്. ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിന് പകരം ഡോണറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനും പറ്റും. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 190°C ഏകദേശം ഒരു 20 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. പാകത്തിന് കളറായിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ അങ്ങ് ഡാർക്കായിട്ടുള്ള കളറാകാൻ വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഇതൊരു കളറായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഭാഗത്തും പാകത്തിനൊരു കളറാകുന്നത് വരെ മീഡിയം ചൂടിൽ തന്നെ വറുത്തെടുക്കുക. അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ സെൻറ്ററിലായിട്ട് കാണുന്ന ഒരു വൈറ്റ് ലൈൻ. പ്രൂഫ് ലൈൻ എന്നാണ് ഇനി പറയുന്നത്. ഇതെങ്ങനെയാണ് ഡോണറ്റിലുണ്ടാകുന്നത് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. പാകത്തിന് ഫെർമെൻ്റ് ആയിട്ടുള്ള മാവിൽ ധാരാളം എയർ പോക്കറ്റ്സ് ഉണ്ടാകും. ആ മാവ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് എണ്ണയിൽ പൊങ്ങി നിൽക്കും. അതിൻ്റെ സെൻറ്റർ പാർട്ട് എണ്ണയുടെ സർഫേസിൽ നിന്നും ഒരല്പം മുകളിലായിരിക്കും നിൽക്കുക. ഇത് നമ്മൾ തിരിച്ചിടുന്ന സമയത്തും വീണ്ടും അത് എണ്ണയിൽ ഫ്ലോട്ടാവും. അപ്പോഴും ആ സെൻറ്റർ പാർട്ട് എണ്ണയുടെ സർഫേസിൽ നിന്നും അല്പം മുകളിലായിരിക്കും. അതുകൊണ്ട് ഏറ്റവും സെൻറ്ററിലുള്ള ഭാഗത്തിന് മുകളിലും താഴെയുള്ള ആ ഒരു കളർ കിട്ടുന്നില്ല. പാകത്തിന് പ്രൂഫായിട്ടുള്ള മാവ് കൊണ്ട് ഡോണറ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഇതുപോലൊരു വൈറ്റ് ലൈൻ നമുക്ക് കിട്ടുന്നത്. ശരിക്കും പ്രൂഫ് ആകാത്ത, അതായത് ഫെർമെൻറ്റേഷൻ ശരിക്കും നടന്നിട്ടില്ലാത്ത ഒരു മാവ് കൊണ്ട് ഡോണറ്റ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു 40 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ സെൻറ്റർ പാർട്ടും എണ്ണയിൽ മുങ്ങുന്നുണ്ട്. വീണ്ടും അത് തിരിച്ചിടുമ്പോൾ സെൻറ്റർ പാർട്ട് വീണ്ടും എണ്ണയിലേക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ആ പാർട്ട് കൂടുതൽ നേരം എണ്ണയിൽ ഫ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡാർക്ക് ലൈനായിരിക്കും ഇതിനുണ്ടാവുന്നത്. ഈ ഡോണറ്റ് കഴിക്കാൻ ടേസ്റ്റിന് കുറവൊന്നുമില്ല. എങ്കിലും നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത ഡോണറ്റിൻ്റെ അത്രയും ഒരു ലൈറ്റായിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കില്ല, അത്രയും സോഫ്റ്റ് ആയിരിക്കില്ല ഇത്. അതുകൊണ്ട് ഡോണറ്റിൻ്റെ മാവിന് പാകത്തിന് പ്രൂഫിംഗ് ടൈം കൊടുക്കണം. പക്ഷെ ഓവറായിട്ട് ഫെർമെൻറ്റേഷൻ നടക്കാനും പാടില്ല. ഇനി നമ്മുടെ ഡോണറ്റ് മുക്കിയെടുക്കാൻ വേണ്ടി സിമ്പിളായിട്ടുള്ള ഒരു ഷുഗർ ഗ്ലേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം പാൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കൂടി പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏതൊരു കൺസിസ്റ്റൻസിയിലാണോ ഈ ഗ്ലേസ് വേണ്ടത് അത്രയും പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം പാലാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് എടുക്കുന്നത്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ഡോണറ്റ് ഇതിലേക്ക് മുക്കിയെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. എൻ്റെ എക്സസ് ആയിട്ടുള്ള ഗ്ലേസ് ഇതിലേക്ക് തന്നെ വീഴ്ച കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു വയർ റാക്കിലേക്ക് മാറ്റി വയ്ക്കാം. അതിൻ്റെ അടിയിൽ ഒരു ട്രേയും വെച്ചിരിക്കണം. അപ്പോൾ കൂടുതലായിട്ടുള്ള ഗ്ലേസ് ആ ട്രേയിലേക്ക് തന്നെ ഇറ്റ് വീണോളും. ഇനി ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഇത് മുക്കിയെടുത്താലും മതി. എനിക്ക് ഇഷ്ടമുള്ള രീതി ചെയ്തെടുക്കാം. ഒരു 20-25 മിനിറ്റ് കൊണ്ടൊക്കെ ആ ഗ്ലേസ് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. നല്ല ഫ്ലഫി ആയിട്ടുള്ള, നല്ല ലൈറ്റ് ആൻഡ് എയറി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റാണിത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ട് ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതൊരു നന്ദി, നമസ്കാരം.